ഹലോ ഫ്രണ്ട്സ്, എല്ലാവരും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീക്കെൻഡ് എപ്പിസോഡ് എല്ലാവരും കണ്ടിരിക്കും. പല അഭിപ്രായങ്ങളും പലരും പറയുന്നത് ലാലേട്ടൻ ചോദ്യങ്ങൾ ചോദിച്ചില്ല, അല്ലെങ്കിൽ അനുമോളോടും ലക്ഷ്മിയോടൊക്കെ ചൂടായതുപോലെ പൊട്ടിത്തെറിച്ചുകൊണ്ട് നെവിനോട് ചൂടായില്ല എന്നൊക്കെ പല ആൾക്കാരും വീഡിയോ ചെയ്ത് ഞാൻ കണ്ടു. എൻ്റെ അഭിപ്രായത്തിൽ താരതമ്യം തെറ്റില്ലാത്ത ഒരു വീക്കെൻഡ് എപ്പിസോഡായിട്ടാണ് എനിക്ക് തോന്നിയത്. പിന്നെ അനുമോളോട് പൊട്ടിത്തെറിച്ച പോലെ ലക്ഷ്മിയോട് പൊട്ടിത്തെറിച്ച പോലെ ലാലേട്ടൻ പ്രതികരിച്ചില്ല എന്നുള്ളത് എനിക്കുണ്ട്. കാരണം എന്താ വെച്ചാൽ അത്രയ്ക്കും വലിയ കാര്യങ്ങളാണ്. അതിപ്പോൾ ഷാനവാസിൻ്റെ കാര്യം മാറ്റി വെച്ചാലും അനുമോളുടെ അടുത്ത് എടുത്തിരിക്കുന്നതും അതുപോലെ മൊത്തത്തിൽ ആ ഹൗസിനകത്ത് ഉണ്ടാക്കിയിരിക്കുന്ന പ്രശ്നങ്ങളൊക്കെ നോക്കുകയാണെങ്കിൽ അത് നെവിൻ്റെ ഒരു ഗെയിം മാത്രമായിട്ട് കാണാനായിട്ട് ബുദ്ധിമുട്ടാണ്, പ്രേക്ഷകർക്ക് ബുദ്ധിമുട്ടാണ്. പക്ഷേ അത് ബിഗ് ബോസ് എടുത്തിരിക്കുന്ന നെവിൻ്റെ ഒരു ഗെയിം പോലെയാണ് അത് എടുത്തിരിക്കുന്നത്. അതുകൊണ്ടാണല്ലോ അങ്ങനെയുള്ള കാര്യങ്ങൾക്കൊന്നും അവിടെ അത്രയും ചൂടാവാതെ ലാലേട്ടൻ സംസാരിച്ചത്. നെവിൻ എപ്പോഴും അനുമോളെ ഒരു കാര്യം പറയുന്നുണ്ടല്ലോ, എന്താണ് ആർട്ടിഫിഷ്യൽ കുലസ്ത്രീ എന്ന് വിളിക്കുന്നുണ്ട്. അങ്ങനെയാണെങ്കിൽ നെവിനെ കുറിച്ചിട്ട് നീ നല്ല ആണുങ്ങളെ പോലെ പെരുമാറട എന്നോ എന്തോ പറഞ്ഞു എന്ന് പറയുന്നുണ്ട്. നല്ല പുരുഷന്മാരെ ഇങ്ങനെയല്ല പെരുമാറാന്നോ അങ്ങനെ എന്തോ മറ്റോ ആണ് അനുമോള് പറഞ്ഞിരിക്കുന്നതാണ് പറഞ്ഞത്. ആ വെള്ളം കൊണ്ട് ഒഴിക്കുന്നതിന് മുമ്പായിട്ട് പറഞ്ഞൊരു കേസാണ്. പക്ഷെ ഇത് ഇവൻ പറയുന്നത് ഇങ്ങനത്തെ വാക്കുകൾ, വളരെ മോശമായ വാക്കുകൾ പറയുന്നു അനുമോൾ എന്നാണ് പറയുന്നത്. പക്ഷേ ആ വെള്ളം ഒഴിക്കുന്നതിന് മുമ്പ് അത് ഒഴിക്കരുത് എന്ന രീതിയിലാണ് അവൾ അത് പറഞ്ഞിട്ടുള്ളത് അനുമോൾ. പക്ഷെ അതിന് മുമ്പൊന്നും ഇത്തരത്തിലൊരു വാക്കും നെവിനെതിരെ അനുമോൾ പറഞ്ഞിട്ടില്ല. പക്ഷെ ഇവൻ പറയുന്നത് ഇങ്ങനത്തെ എന്നെ ഇങ്ങനെയൊക്കെ വിളിക്കുന്നതുകൊണ്ടാണ്. അപ്പോൾ അത് ലാലിൻ്റെ എടുത്ത് ചോദിച്ചിട്ടുണ്ട് കേട്ടോ. ഇതിന് മുമ്പ് ശേഷമാണോ അനുമോള് ഇങ്ങനെ പറഞ്ഞിട്ടുള്ളത്? അതേ ലാലേട്ടാ, ഞാൻ ആ ഒരു ഇൻസിഡൻറ്റ് നടക്കുമ്പോൾ മാത്രം ഇത് പറഞ്ഞതിന് മുമ്പ് ഞാൻ പറഞ്ഞിട്ടില്ല എന്ന് അനുമോള് പറഞ്ഞു. അത് പ്രേക്ഷകർക്ക് എല്ലാവർക്കും അറിയുന്നതാണ്. നെവിനെ അങ്ങനെ വിളിച്ചിട്ടില്ല ഇതുവരെ അനുമോള്. പക്ഷെ അനുമോളോടുള്ള ഈ ഒരു ഹറാസ്മെൻറ്റ് നെവിൻ തുടങ്ങിയിട്ട് കുറേ നാളായിട്ടുണ്ട്. അത് നെവിൻ്റെ ഏറ്റവും വലിയ ഒരു ഗെയിം സ്ട്രാറ്റജി എന്നാണ്. പെട്ടെന്ന് ചേഞ്ച് ചെയ്തല്ലോ നെവിൻ്റെ ഒരു സ്ട്രാറ്റജി ചേഞ്ച് ചെയ്താൽ ഈ ഫാമിലി എന്നൊക്കെ ആൾക്കാർ വന്നു, നെവിനെ ഒരുപാട് ഇഷ്ടമാണെന്ന് അവർ പറയുന്നു, പുറമെ ഒരുപാട് ആൾക്കാർക്ക് ഇഷ്ടമാണെന്നും പറയുന്നു. അപ്പോൾ നെവിൻ വിചാരിച്ചത് നെവിൻ ഭയങ്കരമായിട്ടുള്ള എല്ലാവരുടെ ഇടയിലും വൈറലായി, അവന് ഭയങ്കര ഇഷ്ടമാണ്, പ്രേക്ഷകർക്ക് എല്ലാവർക്കും സപ്പോർട്ടുണ്ട്. പിന്നെ വീക്കെൻഡ് എപ്പിസോഡ് എവിക്റ്റ് ചെയ്ത് പോകുന്നില്ല, എവിക്ഷനിൽ അവൻ രക്ഷപ്പെട്ടു പോകുന്നു. ലാലേട്ടൻ അവൻ കാണിക്കുന്ന എല്ലാം രസിക്കുന്നു, വഴക്ക് പറയുന്നില്ല, ബിഗ് ബോസ് വഴക്ക് പറയുന്നില്ല. അപ്പോൾ അവൻ അങ്ങനെ ഒരു മായാജാലത്തിൽ പെട്ടിട്ടാണ്. അപ്പോൾ അവൻ വിചാരിച്ചു അനുമോൾക്കെതിരെ അവൻ കളിച്ചു കഴിഞ്ഞാൽ അനുമോൾക്ക് ദേഷ്യമുള്ള ഒരുപാട് കണ്ടസ്റ്റൻസ് ഉണ്ടാവുമല്ലോ, അല്ലെങ്കിൽ ഷാനവാസിന് ദേഷ്യമുള്ള ഒരുപാട് കണ്ടസ്റ്റൻസ്. അപ്പോൾ ഇവർക്ക് എതിരെയൊക്കെ കളിക്കുക, കൂടുതൽ അനുമോൾക്കെതിരെ കളിച്ചു കഴിഞ്ഞാൽ അവൻ്റെ വോട്ട് കൊണ്ട് കിട്ടിക്കഴിഞ്ഞാൽ അവൻ എന്തായാലും ടോപ്പ് 3 വരെ അല്ലെങ്കിൽ വിന്നർ ആവാൻ ചാൻസ് എന്ന് തോന്നിയിട്ടാണ് ഈ ഒരു മണ്ടത്തരം നെവിൻ ചെയ്തിരിക്കുന്നത്. പക്ഷേ ഇന്നത്തെ എപ്പിസോഡ് കൂടി തന്നെ അവന് മനസ്സിലായിട്ടുണ്ടോ, ലാലേട്ടൻ അത് തുറന്ന് തന്നെ പറഞ്ഞു. ഒരു കണ്ടസ്റ്റിനോട് മുമ്പ് ഇതുപോലെ പറഞ്ഞിട്ടില്ല ലാലേട്ടൻ. അതായത് പ്രേക്ഷകർക്കും വളരെ മോശമായ ഒരു അഭിപ്രായമാണ് നിങ്ങളെക്കുറിച്ച്, ബിഗ് ബോസിനും എല്ലാവർക്കും മോശമായ അഭിപ്രായമാണ്. നിങ്ങളെ ആര് തന്നെ സപ്പോർട്ട് ചെയ്താലും എനിക്ക് വേണമെങ്കിൽ നിങ്ങൾ ഇതിനകത്ത് നിന്ന് എടുത്ത് പുറത്തിടാൻ പറ്റുമെന്നാണ് ലാലേട്ടൻ മുഖത്ത് നോക്കി പറഞ്ഞിട്ടുള്ളത്. അത് പറഞ്ഞ വഴിക്കട്ടല്ലോ നെവിൻ്റെ മുഖം തെളിഞ്ഞിട്ടില്ല. പിന്നെ ചോദിക്കുന്നതിനൊക്കെ വലിയ വലിയ കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട്. ഷാനവാസിൻ്റെ കാര്യം എടുത്തിട്ട് അത് ചെയ്തില്ല, അനലൈസ് ചെയ്തല്ലോ ലാലേട്ടൻ വന്നത് പറഞ്ഞപ്പോൾ. അതിൽ എനിക്ക് ഒരു കാര്യം എതിർപ്പുകൾ തോന്നിയത് ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഷാനവാസിന് 8 മിനിറ്റ് നേരത്തോളം എല്ലാവരും കൂടെ അവിടെ വാക്ക് തർക്കമായിട്ട് ഇട്ടു എന്നാണ് പറഞ്ഞത്. പക്ഷെ അനീഷ് പറയുന്നുണ്ട്, ആദില അതുപോലെ നമ്മുടെ അനുമോളൊക്കെ പറയുന്നുണ്ട് ഒരു ഡോക്ടർ അകത്തേക്ക് വിടും ലാലേട്ട. അതായത് ഷാനവാസ് അവിടുന്ന് എഴുന്നേൽക്കാൻ പറ്റാതെയാണോ അത് ഇവർ പറഞ്ഞിട്ട് ഷാനവാസ് അവിടുന്ന് എഴുന്നേൽക്കാൻ സമ്മതിക്കുന്നുണ്ടായിരുന്നു. ഞാനൊന്ന് ഇരുന്നോട്ടെ എന്നാണ് ഷാനവാസ് പറയുന്നുണ്ടായിരുന്നത്. അപ്പോൾ ഒക്കെ അനീഷും എല്ലാവരും പറയുന്നത് ഒരു ഡോക്ടർ അകത്തേക്ക് വിട് എന്ന് പറഞ്ഞപ്പോഴും ബിഗ് ബോസ് അകത്തേക്ക് വിട്ടിട്ടില്ല, ഒരു ഡോക്ടറെ വിട്ടില്ല. പിന്നെ ഈ 8 മിനിറ്റ് വൈകിപ്പിച്ചു എന്ന് പറയുന്നത് എന്താ അർത്ഥത്തിലാണ് എനിക്ക് മനസ്സിലാവുന്നില്ല. ഇങ്ങനെ ഇവർ തമ്മിൽ തർക്കത്തിൻ്റെ കാര്യത്തിൽ ഒരാൾക്ക് ഹാർട്ട് അറ്റാക്ക് ആണോ എന്താന്ന് നോക്കിക്കൊണ്ടിരിക്കുകയാണോ ചെയ്യുക ബിഗ് ബോസ്? ലാലേട്ടൻ പറഞ്ഞാൽ അതിനകത്തുള്ള ആൾക്കാർക്ക് ഒട്ടും വിവരം ഉണ്ടായിരുന്നില്ല, അവർ 8 മിനിറ്റോളം വൈകിക്കുന്നു എന്ന് പറഞ്ഞാൽ ഈ ബിഗ് ബോസിന് വിവരം ഉണ്ടോ എന്നാണ് ഞാൻ ചോദിക്കുന്നത്. അവർ എന്തെങ്കിലും ആയിക്കോട്ടെ, അവർ കണ്ടസ്റ്റൻസ് ആണ്, അവർക്ക് ബുദ്ധി വിവരം ഇല്ലെന്ന് ചോദിക്കും. ഈ ബിഗ് ബോസിന് വിവരം ഉണ്ടല്ലോ. അപ്പോൾ ഒരു ഡോക്ടറെ പെട്ടെന്ന് ഒരു മുഖത്ത് ഒരു മുഖം മൂടി ഇട്ടിട്ടെങ്കിലും ഒരു ഡോക്ടർ വന്ന് അവരെ കൊണ്ടുപോകേണ്ടതായിരുന്നു എന്നാണ് എനിക്ക് തോന്നുന്നത്. അല്ലാതെ ഈ കണ്ടസ്റ്റൻസിന് കുറ്റം പറഞ്ഞ എന്താണ് കാര്യം? പിന്നെ കുറ്റം പറയുന്നത് എന്താണ്, ആര്യനും അക്ബറിനെയും അതുപോലെ നെവിനെയും ഒരു ഭാഗത്തും മറ്റുള്ളവരൊക്കെ ഒരു ഭാഗത്ത് നിർത്തി രണ്ടുപേരും തെറ്റ് ചെയ്തു എന്നുള്ള രീതിയിലാണ് ഇത് കൊണ്ട് എത്തിച്ചിരിക്കുന്നത്. അത് വളരെ മോശമായിട്ട് എനിക്ക് തോന്നി. അങ്ങനെയല്ലല്ലോ ആ സംഭവം. ഇവരാദ്യം പൊട്ടിച്ചിരിക്കുന്നു, ഡ്രാമ എന്ന് പറയുന്നു, അക്ബർ ഭയങ്കരമായിട്ട് ചിരിക്കുന്നു, ആര്യം ചിരിക്കുന്നു, നെവിൻ പറയുന്ന ഡ്രാമ, അതിനിടയ്ക്ക് അക്ബറും പറയുന്നു ഡ്രാമ എന്ന് പറയുന്നു.
അത് കഴിഞ്ഞിട്ട് ആണ് മനസ്സിലാവുന്നത് ആ ഷാനവാസിന് എഴുന്നേൽക്കാൻ പറ്റുന്നില്ല, എന്തോ സീരിയസ് ആയിട്ട് പറ്റിയെന്ന് പറഞ്ഞപ്പോഴാണ് ഇവർ വേഗം വന്നിട്ട് രക്ഷപ്പെടുത്താൻ വേണ്ടി വരുന്ന പോലെ. അത് ആരായാലും അങ്ങനെ തന്നെ. അനുമോള് പറഞ്ഞ പോലെ തന്നെ പ്രതികരിക്കുള്ളൂ, അല്ലെങ്കിൽ ആദില പറഞ്ഞ പോലെ തന്നെ പ്രതികരിക്കുള്ളൂ. നിങ്ങളാണ് ഇതിന് ഉത്തരവാദിയെങ്കിൽ നിങ്ങൾ തൊടാൻ വരേണ്ട, അയാൾ അവിടെ വരെ എത്തിക്കാൻ, കൺഫെഷൻ റൂമിൽ വരെ എത്തിക്കാൻ ഞങ്ങളെ കൊണ്ട് സാധിക്കും എന്നാണ് ആ പെൺകുട്ടികൾ പറഞ്ഞത്. അല്ലാണ്ട് അവർ തർക്കിക്കാൻ നിന്നു, ഷാനവാസിനെ ഒരുപാട് വൈകിപ്പിച്ചു, കൺഫെഷൻ റൂമിൽ എത്തിക്കാൻ എന്നൊക്കെ പറഞ്ഞത് ശുദ്ധ അന്യായമായി പോയതാണ് എനിക്ക് തോന്നുന്നത്. അങ്ങനെ പറയേണ്ട ഒരു ആവശ്യം ഉണ്ടായിരുന്നില്ല. കാരണം അവർ 3 പേരും തന്നെ വിമർശനത്തിന് അർഹരാണ്, പ്രത്യേകിച്ച് നെവിൻ. എന്നിട്ട് ലാലേട്ടൻ എപ്പോഴും ഇങ്ങനെ, അതായത് അക്ബറിനെ ഇപ്പോഴും ഈ എപ്പിസോഡിൽ കണ്ടല്ലോ, അക്ബറിനെ വൈറ്റ് വാഷ് ചെയ്യുന്ന പോലെ, വൈറ്റ് വാഷ് ചെയ്യുന്നില്ലെങ്കിൽ പോലും അക്ബറിൻ്റെ കുറ്റകൃത്യങ്ങൾ, അല്ലെ അവൻ്റെ എന്തൊക്കെ പോരായ്മകൾ, അല്ലെ അവൻ എന്തെല്ലാം മോശമായിട്ട് കാര്യങ്ങൾ അവിടെ പറഞ്ഞു, ഇതെല്ലാം മറച്ചു വെച്ചുകൊണ്ടുള്ള ഒരു എഡിറ്റിംഗ് ആണ് കേട്ടോ. ആര്യനെ കുറേയൊക്കെ മുന്നോട്ട് കൊണ്ടുവരാൻ നോക്കുന്നുണ്ട്. ആര്യൻ തെറ്റ് ചെയ്തിട്ടുണ്ട്, അല്ലെങ്കിൽ നെവിൻ തെറ്റ് ചെയ്തിട്ടുണ്ട്. പക്ഷെ അക്ബറിൻ്റെ തെറ്റുകൾ മുഴുവൻ എന്തോ പറയുന്ന മറച്ചു വെക്കാനുള്ള ശ്രമം നമുക്കത് കണ്ടാൽ അറിയാൻ പറ്റും. എവിടെയാണ് അക്ബർ ചിരിക്കുന്നതും അക്ബർ മോശമായിട്ട് വാക്ക് പ്രയോഗിക്കുന്നതും, ഷാനവാസിനെ ഇങ്ങനെ വന്ന സമയത്ത് ചിരിക്കൊണ്ടും, അതുപോലെ വെള്ളം ഒഴിക്കുന്ന സമയത്ത് ആരും ചിരിക്കുന്നത് കാണിക്കുന്നുണ്ട്. പക്ഷെ അപ്പുറത്ത് നിന്നിട്ട് അക്ബറും ചിരിക്കുന്നുണ്ട്. നമ്മളെല്ലാവരും ലൈവിൽ കണ്ടതാണ്, നമ്മൾ ഒരുപാട് ആ വീഡിയോസൊക്കെ എടുത്ത് കണ്ടാൽ നമുക്കറിയാം. പക്ഷെ അക്ബറിൻ്റെ ഒരു പോർഷൻ പോലും അതിലില്ല. പക്ഷെ ആരോടാണ് ചോദിച്ചത്? ആര്യനോടാണ് ചോദിച്ചത് എന്തുകൊണ്ട് ആര്യൻ കൈക്കുട്ടി അതിന് അയാൾ നിവിന് എന്തുകൊണ്ട് സപ്പോർട്ട് കൊടുത്തു, ചിരിച്ചു എന്നൊക്കെയാണ് ചോദിക്കുന്നത്. അക്ബറിനോട് ഒരു വാക്ക് പോലും ചോദിച്ചിട്ടില്ല. അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ അക്ബറിനെ മനഃപൂർവ്വം ഒഴിവാക്കി വിടുന്ന പോലെ എനിക്ക് തോന്നി. അത് ഈ വീക്കെൻഡ് എപ്പിസോഡിൽ ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ ആര്യൻ പോയാലും കുഴപ്പമില്ല, അക്ബർ അവിടെ നിൽക്കണം എന്നുള്ള പോലെ എനിക്ക് എന്തോ ബിഗ് ബോസിനകത്ത് കളി നടക്കുന്നു, അല്ലെങ്കിൽ അക്ബറിന് ഒരു കപ്പ് എന്നുള്ളത് യാഥാർത്ഥ്യമാകുമോ എന്നുള്ള രീതിയിലൊക്കെ എനിക്ക് തോന്നി. കാരണം ഈ വീക്കെൻഡ് എപ്പിസോഡ് നിങ്ങൾക്ക് നോക്കിയാലും അറിയാം, അക്ബറിൻ്റെ വലിയ കാര്യങ്ങളൊന്നും പറഞ്ഞില്ല. ഇനി എന്തെങ്കിലും പറയേണ്ടതെന്ന് വെച്ചാൽ എടുത്ത് ചോദിച്ചത് അക്ബറിന് ആ കാര്യങ്ങൾ മുഴുവൻ തന്നെ അദ്ദേഹത്തിന് അതിൻ്റെ എന്താ പറഞ്ഞാൽ അദ്ദേഹത്തിൻ്റെ തെറ്റ് പറ്റി, അല്ലെങ്കിൽ അതിന് അക്ബറിന് അത് കൂടുതൽ വിശദീകരിച്ച് അദ്ദേഹത്തിൻ്റെ ഭാഗം ന്യായീകരിക്കാനുള്ള ഒരുപാട് അവസരം അതിൽ കൊടുത്തിട്ട് ഒരുപാട് സമയം അതിനെല്ലാം അക്ബർ സംസാരിക്കുന്നുണ്ടായിരുന്നു, നെവിൻ സംസാരിക്കുന്നുണ്ടായിരുന്നു. പക്ഷെ അനുമോള് പലപ്പോഴും നമുക്കറിയാം അനുമോൾക്ക് സംസാരിക്കാൻ അറിയില്ല. അതായത് ആദിലോ നൂറിയോ സംസാരിക്കുന്ന അത്ര രീതിയിൽ നല്ല രീതിയിൽ സംസാരിക്കാനുള്ള കഴിവ് അനുമോൾക്കില്ല എന്നുള്ള സത്യമാണ്. ഞാൻ പറഞ്ഞ ഒരു ചെറിയ കാര്യങ്ങൾ അനുമോൾക്ക് പറയാമായിരുന്നു. അത് ബോൾ എടുത്തെറിഞ്ഞു, ആ ഒരു ടാസ്കിൽ മുഖത്തേക്ക് എറിഞ്ഞില്ല. അപ്പോൾ ലാലട്ട എനിക്കത് എന്നെ എറിഞ്ഞു, അത് പറഞ്ഞു. പക്ഷേ അത് സ്ട്രോങ് ആയിട്ട് പറഞ്ഞു, ചിരിച്ചുകൊണ്ടാണ് അനുമോൾ എപ്പോഴും എല്ലാ കാര്യങ്ങളും പറഞ്ഞത്. ഒരു സീരിയസ്നെസ് ഇല്ല. എനിക്ക് ഒരുപാട് എൻ്റെ മേൽ നിന്നും എനിക്ക് ഫിസിക്കൽ അസോൾട്ടായിട്ട് തോന്നി എന്ന് തന്നെ അവിടെ സ്ട്രോങ് ആയിട്ട് പറയണം. അത് പറയാൻ കഴിയാത്തടത്തോളം കാലം അനുമോൾ കാണിക്കുന്നത് എല്ലാം സില്ലിയായിട്ട് കാണുള്ളൂ. അത് പ്രേക്ഷകർക്ക് അങ്ങനെ തോന്നുള്ളൂ. ഈ അനുമോൾ ചിരിച്ചുകൊണ്ടാണ് എല്ലാ കാര്യങ്ങളും പറയുന്നത്. നമുക്ക് പ്രേക്ഷകർക്ക് അറിയാം അവിടെ അനുമോൾക്ക് ഒരുപാട് വേദന എടുത്തിട്ടുണ്ട്, ഭയങ്കര ഫിസിക്കൽ അസോൾട്ടാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്, നെവിൻ ഒക്കെ അറിയാം. പക്ഷേ അനുമോൾ അത് കൂടുതലായിട്ട് ലാലേട്ടൻ മുന്നിലോട്ട് കൊണ്ടുവരുന്നില്ല എന്നുള്ളതാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. എല്ലാ വീക്കെൻഡ് എപ്പിസോഡും അങ്ങനെയാണ്. കഴിഞ്ഞ വീക്കെൻഡ് എപ്പിസോഡൊക്കെ നന്നായിട്ട് ഇത്തവണ പറഞ്ഞു എന്നുള്ള സത്യമാണ്. പക്ഷേ പറയുന്ന കാര്യങ്ങൾ ആദില പറയുന്ന പോലെ, നൂറ് പറയുന്ന പോലെ വ്യക്തതയില്ല. പിന്നെ ആ വെള്ളം കൊണ്ട് ഒഴിച്ച കാര്യമൊക്കെ സ്ട്രോങ് ആയിട്ട് പറയണം. ലാലേട്ടൻ എനിക്ക് ഇന്നതായിരുന്നു, പീരീഡ്സ് ആയിരുന്നു, എനിക്ക് ഭയങ്കര മൂഡ് സ്വിങ്ങുള്ള സമയമായിരുന്നു, അപ്പോഴാണ് എനിക്കിങ്ങനെ. അത് സ്ത്രീകൾക്ക് മൂഡ് സ്വിങ്സ് വരുന്ന ഒരു സമയമാണത്. അത് പ്രേക്ഷകർക്ക് മനസ്സിലാവൂലേ, ലാലേട്ടൻ മനസ്സിലാവൂലേ? അപ്പോൾ അത് പറയണമായിരുന്നു, എനിക്ക് ഇങ്ങനെയാണ് ഉണ്ടായത്, അവൻ എൻ്റെ മുഖത്ത് തെളിയിക്കരുതെന്ന് പറഞ്ഞിട്ട് അവൻ തെളിയിച്ചു. അപ്പോൾ എനിക്ക് ദേഷ്യം വന്നു. ഞാൻ ഇതിനകത്ത് കളിക്കാവുന്ന ഒരു ഗെയിമർ തന്നെയാണ്. അപ്പോൾ നിവിന് മാത്രമല്ല ഇവിടെ ഇങ്ങനെ കളിക്കാനുള്ള അധികാരം, അപ്പോൾ എനിക്കും ഉണ്ട്. അതുകൊണ്ട് ഞാൻ പ്രതികരിച്ച സ്ട്രോങ് ആയിട്ട് പറഞ്ഞു നോക്കി. ലാലേട്ടൻ അക്സെപ്റ്റ് ചെയ്തു. ഇവിടെ എന്നെ കുറച്ച് ഇങ്ങനെ ചെയ്തപ്പോൾ ലാലേട്ടൻ ഞാനതെടുത്ത് കുറച്ച് ഇത് ഇങ്ങനെ തെളിച്ച് അങ്ങനെയൊക്കെ പറയുമ്പോൾ അതിൻ്റെ ഒരു സീരിയസ്നെസ് പോവാണ്. പക്ഷെ ആദിലൊക്കെ പറയണുണ്ടോ, ആദില കട്ടായിട്ട് എന്ത് രസമായിട്ട് പറയണമെന്ന് അറിയും. അപ്പോൾ അനുമോളുടെ ഭാഗത്ത് നിന്ന് അതൊരു പോരായ്മയായിട്ടാണ് എനിക്ക് എല്ലാ വീക്കെൻഡ് എപ്പിസോഡും തോന്നുന്നത്. അനുമോൾ ചെയ്യുന്നത് അനീതിയാൻ തോന്നിയാൽ അനുമോളോട് ഇഷ്ടമുണ്ട്. പക്ഷെ അനുമോൾക്ക് അത് അവിടെ വരുമ്പോൾ ലാലേട്ടൻ്റെ മുമ്പിൽ അത് പറഞ്ഞ് ഫലിപ്പിക്കാനുള്ളൊരു കഴിവ് ഇല്ലാതെ പോകുന്നു. അത് വളരെ മോശമാണ്. അക്ബറിനും ആര്യനും നെവിനൊക്കെ ഉള്ളത് അത് തന്നെയാണ്. കാരണം വെച്ചാൽ അവർ ചെയ്ത തെറ്റുകളെ ന്യായീകരിച്ച് മെഴുകി അതിനെ മറ്റുള്ളവരുടെ തലയിൽ ഇട്ടുകൊടുക്കാനായിട്ട് പറ്റും. ഇപ്പോൾ ഈ ഷാനവാസിനെ തന്നെ കൊണ്ടുപോകുന്നതിനിടയിൽ അനുമോളെയാണ് ആര്യൻ അടിക്കുന്നത്. എന്നിട്ട് ആര്യനത് മറിച്ച് എന്താക്കി, ഞാനത് ഷാനവാസിനെ പിടിക്കാൻ പോയപ്പോൾ പിടിക്കേണ്ട, ഞങ്ങളെ കൊല്ലാൻ പോയ ആൾക്കാരല്ലേ ഷാനവാസിൻ്റെ കൊലയാളികൾ, അങ്ങനെ രീതിയിലൊക്കെ പറഞ്ഞു എന്ന് പറഞ്ഞിട്ട് അതിനങ്ങ് മാറ്റാണ് ചെയ്തത്. അപ്പോൾ അനുമോള് പറയണമായിരുന്നു,
ഇവർ ചെയ്ത രീതിയിൽ എന്ന് വെച്ച് കഴിഞ്ഞാൽ അദ്ദേഹത്തിന് ഭയങ്കരമായിട്ട് സീരിയസ് ആയിട്ട് വന്നപ്പോൾ ഇത് അതിനൊക്കെ കാരണക്കാർ ഇവരായിരുന്നു. അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ പറഞ്ഞത്. അല്ലാണ്ട് മനഃപൂർവ്വം ഇവർ കൊലയാളികൾ എന്ന് പറയാനായിട്ട് എനിക്ക് തലയ്ക്ക് വല്ല ഓളമറിച്ചിട്ടൊന്നുമില്ല. അങ്ങനെ പറഞ്ഞാൽ മതിയായിരുന്നു. പക്ഷെ അപ്പോഴും അനുമോൾ ചിരിച്ചാണ് നിൽക്കുന്നത്. അവിടെയാണ് അനുമോളുടെ ഈ ഒരു ഗെയിം എന്ന് പറയുന്നത്. നമുക്ക് ഇത്രയും സപ്പോർട്ട് ചെയ്യുന്ന ആൾക്കാർക്ക് പോലും അനുമോൾ വ്യക്തമായിട്ട് പറയുന്നില്ല എന്നൊരിത് എനിക്ക് തോന്നിയിട്ടുണ്ട്, പലപ്പോഴും തോന്നിയിട്ടുള്ള ഒരു കാര്യമാണ്. അപ്പോൾ എന്തായാലും നെവിൻ്റെ കാര്യത്തിൽ ലാലേട്ടൻ സംസാരിച്ചില്ലെന്ന് പല ആൾക്കാരും പറയും. പക്ഷേ ആ ഒരു എപ്പിസോഡ് നിങ്ങൾ വീണ്ടും എടുത്ത് കാണുക. നിങ്ങൾ ജിയോ ഹോട്ട്സ്റ്റാറിലൊക്കെ കണ്ടാൽ അറിയാൻ പറ്റും ലാലേട്ടൻ ഇടയ്ക്കിടയ്ക്ക് പറയുന്നത്. അതുകൊണ്ടാണ് ചക്രവ്യൂഹത്തിനെ ചോദിച്ചിട്ട് പോലും നെവിനെ പറഞ്ഞു. ഈ ചക്രവ്യൂഹത്തിൽ നിന്ന് രക്ഷപ്പെടാൻ നെവിനെ അങ്ങനെ പുറത്താക്കാൻ എനിക്കറിയാം, ഞാനത് കാണിച്ചു തരാം എന്ന് 2, 3, 4 തവണയൊക്കെ ലാലേട്ടൻ ഈ കാര്യം തന്നെ നെവിനോട് തുറന്നു പറഞ്ഞു. അപ്പോൾ നാളത്തെ എപ്പിസോഡിൽ അത് കൃത്യമായിട്ട് കാണാൻ പറ്റുള്ളൂ എന്നാണ് എനിക്ക് തോന്നുന്നത്. അതുപോലെ അനീഷിനെ കാറിൽ വെച്ചിട്ട് നൂറ ചെയ്തിട്ടുള്ളതും ആരും ചെയ്തിട്ടുള്ള ഒരു ഹറാസ്മെൻറ്റ് ഉന്തിത്തള്ളി പുറത്തിടാനും അതൊക്കെ ലാലേട്ടൻ ചോദിച്ചിട്ടുണ്ട്. ചോദിക്കാനുള്ള എല്ലാ ഭാഗങ്ങളും ലാലേട്ടൻ ചോദിച്ചു പോയിട്ടുണ്ട്. നെവിൻ്റെ ഭാഗം കേൾക്കണമല്ലോ. സാധാരണ എനിക്കൊരു അഭിപ്രായം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നെവിൻ്റെ ഭാഗം ഇത്രയൊന്നും ക്ലിയർ ചെയ്ത് ചോദിക്കേണ്ട ആവശ്യമൊന്നുമില്ല. അയാൾ ചെയ്യുന്ന തെറ്റാണ് നമുക്കറിയാം. ഓൺ ദ സ്പോട്ട് അയാളെ പിടിച്ച് പുറത്താക്കാണ് വേണ്ടിയിരുന്നത്. ഈ ഒരു വീക്കെൻഡ് എപ്പിസോഡ് തന്നെ അയാളെ കൊണ്ട് നിർത്താനോ അയാളെ ടിക്കറ്റ് ഫിനാലിൽ പങ്കെടുപ്പിക്കാനോ പാടില്ലായിരുന്നു. കാരണം ഷാനവാസിനെ പങ്കെടുപ്പിക്കാത്തൊരു ടിക്കറ്റ് ഫിനാലിൽ പങ്കെടുക്കാനായിട്ട് നെവിനെന്താ അർഹതയുണ്ട്? അതെന്താണ് ബിഗ് ബോസ് ചിന്തിക്കാത്തത്? അത് മോശമായി പോയെന്നാണ് എനിക്കിപ്പോഴും തോന്നുന്നത്. കാരണം ഷാനവാസ് പങ്കെടുത്തില്ല, കാരണക്കാരനായ നെവിൻ എന്തിന് പങ്കെടുക്കണം? നെവിന് അത് പുറത്താക്കിയാലും പ്രേക്ഷകർ അത് അനീതി കാണിച്ചതൊന്നും പറയില്ല. അയാൾ അതിന് മുമ്പേ തൊട്ട് തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളാണ്. അനുമോളുടെ അടുത്ത് കുറേ കാണിക്കുന്നുണ്ട്. അനുമോളെ ദേഷ്യമുള്ള ആൾക്കാർക്ക് നെവിൻ കാണിക്കുന്ന ഗെയിമാണ്, അല്ലെങ്കിൽ അത് വേണം എന്നൊക്കെ തോന്നും. പക്ഷേ അനുമോളുടെ ഭാഗത്ത് അല്ലാത്ത ആൾക്കാരായാലും അനുമോളെ ഇഷ്ടപ്പെടുന്ന ആൾക്കാരായാലും ഒക്കെ ഉണ്ടല്ലോ, ഇത് ഒരു തെറ്റാണെന്ന് അവർക്ക് എല്ലാവർക്കും മനസ്സിലാവുന്നുണ്ട്. പക്ഷെ അവർക്ക് അനുമോളെ ഇഷ്ടപ്പെടാത്ത ചില ആൾക്കാർക്ക് ഇത് അങ്ങനെ പറഞ്ഞല്ലേ പറ്റുള്ളൂ എന്നുള്ള രീതിയാണ് വന്നിരിക്കുന്നത്. പക്ഷേ ഒരു കാര്യമുണ്ട് കേട്ടോ, ഈ കിടക്കയിൽ വെള്ളം ഒഴിച്ചത് ബിഗ് ബോസിൻ്റെ പ്രോപ്പർട്ടിയാണ്, അത് നശിപ്പിക്കാൻ തനിക്ക് എന്താ അവകാശമുള്ളതെന്ന് ലാലേട്ടൻ ഒരു വാക്ക് പോലും ചോദിച്ചില്ല. ചെറുതായിട്ട് ഒരു ഗ്ലാസ് പൊട്ടിയാൽ പോലും ചോദിക്കും അത് പ്രോപ്പർട്ടി അല്ലേ എന്ന് ചോദിക്കുന്ന ബിഗ് ബോസ് ഇത്രയും വലിയൊരു കിടക്കയിൽ വെള്ളം ഒഴിച്ചത് നശിപ്പിച്ച് കളഞ്ഞിട്ട് അത് പ്രോപ്പർട്ടി എന്തുകൊണ്ട് താൻ നശിപ്പിച്ചു എന്ന് ചോദിക്കാനുള്ള ഒരു സാമർത്ഥ്യം ബിഗ് ബോസിനുണ്ടായില്ല എന്ന് പറയുന്നത് വളരെ മോശമായിട്ടാണ് എനിക്ക് തോന്നിയത്. അപ്പോൾ വീക്കെൻഡ് എപ്പിസോഡ് ചില കാര്യങ്ങൾ നോക്കുകയാണെങ്കിൽ ചോദിച്ച് പോയിട്ടുണ്ടെന്ന് പറയാം. ചില കാര്യങ്ങളിൽ മോശമായിട്ട് തന്നെയാണ്. മുമ്പത്തെ അതേപോലെ പാറ്റേൺ പിടിച്ച പോലെ എനിക്ക് തോന്നി. പ്രത്യേകിച്ച് അക്ബറിൻ്റെ കാര്യത്തിൽ മുമ്പ് അതേ പാറ്റേൺ ആണ്. അക്ബറിനെ ഇത്തവണ വൈറ്റ് വാഷ് ചെയ്തില്ല എങ്കിലും അക്ബറിൻ്റെ പല കാര്യങ്ങളും മറച്ച് വെച്ചിട്ടുള്ള ഒരു എപ്പിസോഡായിട്ടാണ് എനിക്ക് ഈ ഒരു വീക്കെൻഡ് എപ്പിസോഡ് തോന്നിയത്. ഇനി നാളെയാണ് എവിക്ഷൻ വരുന്നതും നാളെയാണ് ക്യാപ്റ്റൻസിയെ കുറിച്ച് കൂടുതൽ കാര്യങ്ങൾ ചോദിക്കാൻ പോകുന്നതും. അപ്പോൾ നമ്മൾ ഈ പറഞ്ഞ അക്ബറിൻ്റെ കുറേ കാര്യങ്ങൾ ചോദിക്കോ ഇല്ലേ എന്നൊക്കെ നമുക്ക് കണ്ടറിയാം. എന്തായാലും ചോദിക്കാൻ പോകുന്നില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. പിന്നെ നെവിൻ എവിക്റ്റഡ് ആവോ ഇല്ലേ എന്നുള്ള കാര്യത്തിലും സംശയമാണ്. കാര്യം നാളെ പ്രഗത്ഭരായിട്ടുള്ള 2 ആൾക്കാരാണ് പോണത് എന്നാണ് പറയുന്നത് എവിക്ഷനിൽ വരുന്നത്. ആരാണെന്ന് നമുക്കറിയില്ല. എന്തായാലും ആ 3 പേരിൽ ആര് പോയാലും എനിക്കത് ഒരു വിഷമം തോന്നത്തില്ല. കാരണം അവരത് അർഹിക്കുന്നത്. അവരുടെ ഗെയിം എന്ന് പറയുന്നത് ഒരു ചീപ്പ് ഗെയിമാണ്. അല്ലെങ്കിൽ എനിക്ക് അത് ഇഷ്ടപ്പെടുന്ന ആൾക്കാരുണ്ടോ എന്ന് ചോദിച്ചാൽ ഉണ്ടായിരിക്കാം. പക്ഷേ ഇങ്ങനെ ഗെയിം കളിച്ചിട്ട് അതിനകത്ത് നിൽക്കുക എന്ന് പറഞ്ഞാൽ അത് മോശമാണ്. ഇതല്ല ഗെയിം നല്ലപോലെ ഗെയിം കളിച്ചുള്ള ഒരുപാട് നല്ല കണ്ടസ്റ്റൻസ് നമ്മൾ കണ്ടിട്ടുണ്ട് പല സീസണുകളും. ഇത്ര കേടായിട്ട് കളിക്കുക, അല്ലെങ്കിൽ ഇത്ര മോശം വാക്കുകൾ പ്രയോഗിക്കുക, എന്തെങ്കിലും സ്ത്രീകൾ ഒരു കാര്യം പറഞ്ഞ ഉടനെ വുമൺ കാർഡ് എടുക്കുന്നു, അങ്ങനെയൊക്കെ പറഞ്ഞ് അവഹേളിക്കുക, അങ്ങനത്തെ കണ്ടസ്റ്റൻസിനൊക്കെ ഈ ഒരു സീസണിലാണ് ഞാൻ കണ്ടിരിക്കുന്നത്. അങ്ങനെയുള്ള കണ്ടസ്റ്റൻസ് തീർച്ചയായിട്ടും പുറത്ത് പോകണം തന്നെയാണ് എൻ്റെ അഭിപ്രായം.